കഴിഞ്ഞ ദിവസം പൊറോട്ട മാവ് കുഴയ്ക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ തന്നെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അടുത്ത ദിവസം പൊറോട്ട വിശേഷങ്ങളായിട്ട് കാണാമെന്ന്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്യാണ്ടിരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഞങ്ങളുടെ അല്ല എല്ലാവരുടെ, എനിക്ക് ഷുഗർ ആയതുകൊണ്ട് പൊറോട്ടയൊന്നും കഴിക്കാൻ പറ്റൂലല്ലോ. എന്നാലും ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പം പൊറോട്ട ഉണ്ടാക്കുന്നത് ചേട്ടനും അനിയനും കൂടിയാണ്. എൻ്റെ ഭഗവാനെ, ഞാൻ എന്തൊക്കെ കാണുന്നു, കാക്ക ഏതെങ്കിലുമൊക്കെ മലന്ന് വർക്കും. എൻ്റെ കുട്ടിയുടെ അടുക്കളയിൽ കയറി ഗൈസ്. അങ്ങനെ ഞാനും ലെവലും കൂടെ അവിടെ ഇരിക്കുകയാണ്. ഞങ്ങൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ്. അപ്പം അവർ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് അവർ തന്നെ അങ്ങനെ പൊക്കി പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നല്ല പൊറോട്ട നല്ല പൊറോട്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സംഭവം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാളിപ്പോയില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. നല്ല അടിപൊളി മൊരിഞ്ഞ പൊറോട്ടയും പാർട്സിൻ്റെ കറിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം എന്താ ചേട്ടനും അനിയനും കൂടെ ഇറങ്ങിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഒരു ഊഞ്ഞാൽ കെട്ടാൻ പോവുകയാണ്. ഹെയ്സുവിന് പിറന്നാളിന് കിട്ടിയൊരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ മൂലയ്ക്ക് കെട്ടാം എന്ന് വിചാരിച്ച് കെട്ടി. അങ്ങനെ ഉദ്ഘാടനവും കഴിച്ചു. പിന്നാമ്പുറത്തെ തുമ്പീൻ്റെ കോലാഹലങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഈ വീട്ടിൽ ടി വിൻ്റെ സൗണ്ടും കുട്ടികളുടെ സൗണ്ടും ഒഴിച്ചിട്ടൊന്നും വോയിസ് ഓവർ കൊടുക്കുന്ന വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെയാണ് വോയിസ് ഓവർ എടുക്കുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ചേട്ടനും അനിയനും കൂടെ പോകുന്നത് കാർ വാഷിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ കൊടുത്തിട്ട് പിന്നെ ബൈക്കിൽ തിരിച്ചു വരും. ഓക്കെ, അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ പുതിയൊരു പ്ലാൻ ഇട്ട് ഞങ്ങളൊരു സ്ഥലത്തേക്ക് ഇച്ചിരി ഞം കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങൾ കട്ടേൻ്റെ റൂമിലൊന്ന് കയറിയതായിരുന്നു. പിന്നെ ഇതായിരുന്നു അവിടെ നടന്നത്. പാട്ടും വെച്ചിട്ട് എല്ലാവരും കൂടെ തുള്ളാട്ടമായിരുന്നു, തുള്ളാട്ടം. ഇതിൽ എനിക്കൊരു ഇച്ചിരി ആവതുണ്ടായിരുന്നെങ്കിൽ ഇതിന് നടുക്ക് ഞാൻ ഉണ്ടായേനെ. പക്ഷേ എന്നാലും എന്നെക്കൊണ്ട് ഇരുന്ന് തുള്ളാൻ പറ്റുന്നിടത്തോളൊക്കെ ഞാൻ ഇരുന്ന് തുള്ളിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇതവിടെ ഭയങ്കരമായ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ അറിയാതെ വൈശാഖേട്ടൻ ഒന്ന് വന്നു പോയതാണ്. അപ്പോൾ വൈശാഖേട്ടൻ്റെ ഡാൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ തന്നെ 5-6 കൊല്ലം കൂടിയിട്ട് ഒരു പ്രാവശ്യം കണ്ടു. തുമ്പീൻ്റെ സ്പെഷ്യൽ സ്റ്റെപ്പ് കണ്ടോ? എങ്ങനെ ഉണ്ട്? അങ്ങനെ അധികം മേലനങ്ങാതെ ചിലപ്പം അവൾ അങ്ങനെ സ്റ്റെപ്പ് ഇടാറുണ്ട്. ബൈ ദ ബൈ, ഞാൻ പറഞ്ഞു വന്നത് തുമ്പീൻ്റെ ബർത്ത്ഡേക്ക്, ഫസ്റ്റ് ബർത്ത്ഡേക്കാണ് വൈശാഖൻ ഡാൻസ് വെച്ച് ഞാൻ കണ്ടത് മക്കളെ. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുറച്ചൊക്കെ ശ്രമിച്ചു നോക്കി, കട്ടയും കുറേയൊക്കെ ശ്രമിച്ചു നോക്കി. ചേട്ടന് അനങ്ങില്ല. ഞാൻ അനങ്ങില്ല മോനെ, എന്നെ ട്രോളാൻ നോക്കണ്ട, അനങ്ങൂലെന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഞാനും ഏട്ടനും എൻറ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. ഞാൻ കുറച്ച് തുള്ളാട്ടവുമായി പോയി, ഏട്ടന് ഇച്ചിരി ഒതുങ്ങാട്ടവും ആയിപ്പോയി. അങ്ങനെ പക്ഷേ നമ്മൾ അങ്ങനെ ആവണമല്ലോ. പിന്നെ ഇതായി കുഞ്ഞാവുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ പിന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്. വരുന്നുണ്ട് 2 വട്ടം ചോദിച്ചു, പക്ഷേ ചേട്ടൻ വരുന്നില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. അങ്ങനെ ഇവർ ഭയങ്കരമായ കളികളിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അല്ലുവും തുമ്പിയും അശ്വനിയും കട്ടയും കല്യാണിയും ഹേസുവും ഞാനും ഏട്ടനും എല്ലാവരും കൂടെ പോവുകയാണ്. എവിടേക്കാണെന്നല്ലേ അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കഴിക്കാനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വലിയച്ഛനെ കണ്ട ശേഷം കുട്ടിക്ക് വലിയൊരു സ്റ്റൈലാക്കലാണ് കേട്ടോ. അല്ലേലും ഓക്ക് ഇപ്പം എന്നെ വേണ്ട, ഇത്രയും ദിവസം ഞാൻ അതിനുണ്ടായിരുന്നു. പക്ഷേ അതപ്പോൾ വലിയച്ഛനെ കിട്ടിയ ശേഷം വലിയച്ഛനോട് വല്ലാത്തൊരു ഒട്ടലാണ്. അങ്ങനെ കല്യാണിയും കട്ടയും ഹേസും കൂടെ ബൈക്കിലാണ് പോകുന്നത്, ഞങ്ങൾ കാറിലാണ് കേട്ടോ. അല്ലെങ്കിൽ ബൈക്ക് പോകുന്നതിൻ്റെ സുഖമൊന്നും കാർ പോയാൽ കിട്ടില്ല മക്കളെ. ഇപ്പോഴേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ബൈക്ക് തന്നെയാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്തിട്ട്. അത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്നല്ലേ അത് അടുത്ത വ്ളോഗിൽ പറയാം കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു, ബൈ.